നമസ്കാരം. ശുക്രൻ രാശി മാറുകയാണ്. 2025 ജനുവരി 28 ചൊവ്വാഴ്ച രാവിലെ 7:02 ശുക്രൻ കുംഭൻ രാശിയിൽ നിന്നും ഉച്ചസ്ഥാനമായ മീനൻ രാശിയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ദിവസം പിറക്കുന്നതോടുകൂടി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ മഹാരാജയോഗമാണ് ഈ ജനുവരി 28 കഴിയുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും കടാക്ഷം നൽകുന്ന ദേവനാണ് ശുക്രൻ. അങ്ങനെ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ മഹാരാജയോഗമാണ് ശുക്രൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നത്. കാര്യവിജയം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ചില മംഗളകാര്യങ്ങൾ ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. പ്രണയസാഫല്യം, വിവാഹയോഗം ഇതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയും സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. 28-ാം തീയതി കഴിയുന്നതോടുകൂടി സൗഭാഗ്യം വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ജീവിതം പച്ചപിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 28-ാം തീയതി കഴിയുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളാണ് സംഭവിക്കാൻ പോകുന്നത്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും അതിലൂടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്ന രീതിയിൽ വലിയ ഉയർച്ച കൈവരിക്കുകയും ചെയ്യുന്നതാണ്. വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു ശുക്രമാറ്റം കഴിയുന്നതോടുകൂടി മഹാരാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇവരെ തേടി വരാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വല്ലാതെ ആഗ്രഹിച്ച് അത് നേടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. 28-ാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. മാത്രമല്ല സാമ്പത്തികമായി നല്ല ഉയർച്ച കൈവരുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത്. ജീവിതത്തിൽ കടവും പണയവും പ്രാരാബ്ധവും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ വീട്ടിൽ തീർക്കുവാനും സാമ്പത്തിക ഉയർച്ച കൈവരിക്കാനും സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ്. രാജയോഗമാണ് നിങ്ങൾക്ക് കാണുന്നത്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് മനപ്രയാസം അനുഭവിച്ച ഒരു നക്ഷത്രമാണ്. ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷമായി ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ശുക്രമാറ്റം കഴിയുന്നതോടുകൂടി ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടി വരാൻ പോവുകയാണ്. ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ സാധിക്കും. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ജീവിതത്തിൽ അഭിമാനകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതാണ്. കടബാധ്യതകൾ തീർക്കാനും സമ്പത്ത് വർദ്ധിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട രാജയോഗം എന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഒന്നിലധികം സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. 28-ാം തീയതി കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലും വമ്പൻ ഉയർച്ചകളാണ് വന്നു ചേരുന്നത്. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. തൊഴിൽപരമായി നല്ല ഉയർച്ച നേടും. വീട്, വസ്തു, വിലപിടിപ്പുള്ള വകകൾ, വാഹനം ഇതൊക്കെ വാങ്ങാൻ സാധിക്കും. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് സ്വന്തമാക്കാനുള്ള യോഗം ഈ ഒരു ശുക്രയോഗത്താൽ വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ജീവിതം അതിൻ്റെ ഏറ്റവും ഐശ്വര്യത്തിലേക്ക് കടക്കുന്ന ദിവസങ്ങളാണ് 28 കഴിയുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ചിന്തകളും പ്രയാസങ്ങളും കാരണം മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 28-ാം തീയതി കഴിയുന്നതോടുകൂടി അതിനൊക്കെ ഒരു ശമനം വരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ വന്നു ചേരും. രാജയോഗ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക ഉയർച്ച കൈവരും. യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. ദോഷങ്ങളൊക്കെ മാറി ജീവിതം പച്ച പിടിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരാണ് ശുക്രമാറ്റത്തോടുകൂടി ജീവിതത്തിൽ ഉയർച്ചകൾ കീഴടക്കാൻ പോകുന്നത്. തടസ്സങ്ങൾ മാറുന്നതിന് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് സഹായകമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.